ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് പോയ ഇന്നത്തെ നൈറ്റിലെ കുറച്ച് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാമ്പിന് പോയി എന്നിട്ട് കുറേ ദിവസമായി നമ്മൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലാഗ് ഉള്ളതുകൊണ്ട് ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതാണ്. ഇത് പറയാൻ കാരണം ഇത് ട്രിപ്പിന് പോകണമെന്ന് ഇപ്പം എൻ്റെ കാലിന് തീരെ വയ്യാനി. ഇപ്പോൾ കാലിൻ്റെ കെട്ടൊക്കെ അയച്ച് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെല്ലാവരും ഫ്രീ ആയിരുന്നപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റേ ഫ്ലൈൻ്റെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് വേണ്ടിയാണ് പോയത്. നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കണേ എല്ലാവരും ഓരോ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് ഓരോരുത്തർ ഓരോ ആക്ഷൻ വെച്ച് ചെയ്തിട്ട് അത് ബാക്കിയുള്ള ഓഡിയൻസൊക്കെ അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കണം എന്ന് ഒരു ടാസ്ക് കൊടുത്തിന്. അപ്പോൾ ഉമ്മൊക്കെ വേഗം എണീറ്റ് നല്ല ഉഷാറായിട്ട് പോയി പറഞ്ഞു. നമ്മളൊട്ടും വിചാരിച്ചില്ല പോയി പറയുന്നത്. ഉമ്മനെ വിളിക്കണ വരെ ഞാൻ പോവില്ല, ഞാൻ പറയൂല, എനിക്ക് പേടിയാ, എനിക്ക് മൈക്കെടുക്കാൻ പേടിയാന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും പോണീൻ്റെ മുമ്പ് ഉമ്മയാണ് ഫസ്റ്റ് അവിടെ പോയിട്ട് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്ഷനൊക്കെ കാണിച്ചാട്ടാ വന്ന്. ഉമ്മൻ്റെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ സാലു ഇനി ഇൻട്രൊഡക്ഷൻ്റെ പറയാൻ വേണ്ടി പോയി. ഓന് ഫുള്ള് ഓനക്ക് ചെയ്യാനുള്ള ആക്ഷൻ ഫുള്ള് പ്രാക്ടീസ് ചെയ്ത് അവിടെ പോയിട്ട് കണ്ണടൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് ഓൻ്റെ വിചാരം ഫുള്ള് നല്ല സ്റ്റൈലായി എന്നാണ്. പക്ഷെ ഫുള്ള് എല്ലാവരും കളിയാക്കി കോളായി പോയി. കയ്യടി ഇട്ടില്ലടാ, എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാ. ഇപ്പച്ചിന്റെ സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പനെ പറ്റി പറയാൻ വേണ്ടി പോയി. ഉപ്പനെ എല്ലാവരും വിളിക്കുന്നു, കാത്തു നിന്ന് ലാസ്റ്റ് ആരും വിളിക്കാതായപ്പോൾ ഉപ്പനെ പോയി മൈക്ക വാങ്ങിക്കാണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെറുതെ പറഞ്ഞാണ്. പിന്നെ കാക്ക വലിയ കാര്യത്തിൽ കാക്കനെ പറ്റി പറയാൻ വേണ്ടി പോയപ്പോൾ എല്ലാവരും എന്ത് ചെയ്ത് ഓരോ ശ്രദ്ധ എല്ലാവരും പയമ്പൊരി തിന്നണിയിലായി. കാക്കാകെ ചമ്മി നാറിപ്പോയി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞ ആ ടൈമിലാണ് നമുക്കൊരു സർപ്രൈസ് വിസിറ്റ് വന്നത്. കാരണം സാലു നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രാവശ്യം നമുക്കൊരു സർപ്രൈസ് തരുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ കാണാം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഓൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായത്. ചാക്കോ വന്നിട്ട് നമ്മളെ ഇതില് നമ്മളെ സ്റ്റേ ഫ്ലൈയിൽ ആരും കാണാൻ ആഗ്രഹിക്കുന്ന ഷൈൻ ടോം ചാക്കോ. നമ്മളഞ്ച് ഒളിച്ചിട്ട കിട്ടിയ കിട്ടണേനിങ്ങനെ ഒന്നുകൂടി പറയോ? ആരാത് പറയണ്ടേ? സാബ്ര ഇബ്രാഹിം ആണെന്ന് പറയണ്ടേ? സാബ്രാനെ വിളിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരീത് എന്നെ ഞാനുണ്ടല്ലോ ഇവിടുന്ന് താഴത്തേക്ക് എടുത്തിട്ടു കേട്ടോ. എന്താ ഞാൻ വയസ്സായിട്ട് നിങ്ങളെ കണ്ടിട്ട് പ്രായം തോന്നിട്ടാവും. എങ്ങോട്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് മുപ്പരത്. പറയട്ടെ, ഇപ്പൊക്ക് ഭയങ്കര പേടിയാണല്ലോ, ഒന്ന് പറയാം. ചൂടാവണ എന്തിനാ കളിക്കാക്കണോ? ഫുള്ള് ടോപ്പ് മുകളിലൊക്കെ ഓടിക്കുക. അറിയാത്ത പണിക്ക് എന്നിട്ട് കാര്യമില്ല. സർപ്രൈസ് ആയോ? അത് എടുക്കാൻ കുറച്ച് സർപ്രൈസ് ആയോ? അപ്പോൾ സ്റ്റേ ഫ്ലൈൻ്റെ ഈ ക്യാമ്പിനെ പറ്റി എന്താ പറയണ്ടേ? സർപ്രൈസ് എങ്ങനെയുണ്ട്? അപ്പോൾ തന്നെ സർപ്രൈസ് അല്ലേ? തുടങ്ങണതിന് മുന്നേ തന്നെ സർപ്രൈസ്. ഓക്കെ, അല്ല ആബിലിനുള്ള എത്ര ഫെയിം ഒന്നും ആർക്കില്ല, നമ്മക്കില്ല. ഓരോ അറിയോ? അറിയോ? അറിയില്ലല്ലോ. എങ്ങനെ ആരറിയോ? അതാണ് നമ്മളെ അല്ല അൽമറായി പാലില്ലേ, അയിമ ക്ലിക്കാണ്. എന്ത് പെയിന്റ് വെക്കറ്റാ അത് വെച്ച് ചേക്ക സർപ്രൈസ് എന്നിട്ടാ. ഈ ചെല്ല് നന്നായിട്ട് മൂപ്പർക്ക് ഫേസ് കിട്ടും കേട്ടോ. സെൽഫി എടുക്ക്, അനക്ക് എല്ലാം കിട്ടും. ഓ എടുക്കാം. നിങ്ങൾ
ഈ അടുത്ത കാലത്ത് ഏത് സിനിമ നടനുണ്ട്? നമ്മൾ സിനിമ അന്വേഷിച്ച് പോയിട്ടില്ല ഇതുവരായിട്ട്. ആദ്യമായിട്ട് കണ്ടില്ലേ? ആദ്യമായിട്ട് കണ്ട്. ചായയിലേക്ക് പേടിയല്ലോ. നമുക്ക് പോവാം, നമുക്ക് ചായയിലേക്ക് പേടിയല്ലോ. പിന്നെ കമ്മോൺ ബാ ചോദിച്ചു നോക്കാം. ഇപ്പൊ അടക്കി പിന്നെ സാലിന് പറഞ്ഞു. സാല ചോദിക്കടാ, നമ്മൾ അഞ്ചാക്കൾ നമ്മളത്. ബാ ഓക്കെ താങ്ക് യു. പേടി പറയാ ചങ്കിടി പോയാ മൂപ്പര് ചിലപ്പോൾ ഫോൺ എടുത്ത് വലിച്ചെറിയ ചെയ്യും. അതാണാ ആശാൻ പോയി. സ്റ്റോറി ഇടുന്ന ആദ്യം ഫോട്ടോ ഒക്കെ വിളിച്ചപ്പോൾ എന്താ പറയുക? അങ്ങനെ നമ്മൾ ഷെൻടോമിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ താഴെ കുറച്ച് ഗെയിംസും ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിനി. അപ്പോൾ നമ്മളെല്ലാവരും താഴോട്ട് പോവാണ്. താഴോട്ട് പോണതൊക്കെ നല്ല രസമുണ്ടായിന്. പക്ഷെ അട്ടനെ പേടിച്ചിട്ട് നമ്മൾ താഴെ വരെ പേടിച്ചാ പോയത്. അങ്ങനെ പേടിച്ചതിന് കാര്യം ഉണ്ടായിട്ടോ. എല്ലാവരും മേത്തും അട്ട കയറിയാണ്. താഴെ എത്തുമ്പോഴത്തേന് എല്ലാവർക്കും അവിടെ താഴത്ത് ഗെയിംസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെ പണി ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അട്ടനെ പോക്കണ പണിയാണ്. കുറേ ആൾക്കാർ ഉപ്പ് കയ്യിൽ പിടിച്ചിട്ട്, ലൈറ്റർ കയ്യിൽ പിടിച്ച്, സാനിറ്റൈസർ കയ്യിൽ പിടിച്ചിട്ടൊക്കെയാണ് നടന്നത്. അട്ടേ അട്ടല്ലേ? അതാ ഇന്ന് തട്ടിട്ടില്ല. അങ്ങനെ അട്ടനായിട്ടുള്ളൊരു യുദ്ധത്തിന് ശേഷം നമ്മൾ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് നമ്മൾ ഈ ട്രിപ്പിന് പോണതിൻ്റെ മുമ്പേ റാശി എല്ലാവരോടും പറഞ്ഞേ, നിങ്ങൾ ഫാമിലിയാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരു ഗ്രൂപ്പിലാവൂല, ഓരോരുത്തരും ഓരോ മൂലയിൽ ഓരോ ഗ്രൂപ്പിലായിട്ടുണ്ടാവും, ഒപ്പം എല്ലാവരും നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരെയും ഓരോ ഗ്രൂപ്പിലാക്കിനി. എത്ര ഗ്രൂപ്പ് ഉണ്ടായിന്? 4 ഗ്രൂപ്പ് ഉണ്ടായിന്. 4 ഗ്രൂപ്പാക്കിയിട്ട് 4 ഗ്രൂപ്പിനും ഓരോ ടാസ്ക് വെച്ച് കൊടുത്ത് ഓരോ ഗ്രൂപ്പിനും ഓരോ സിറ്റുവേഷൻസ് കൊടുത്തിട്ട് അത് നമ്മളോട് അഭിനയിച്ച് കാണിക്കുക. എന്നിട്ട് ഓപ്പോസിറ്റുള്ള ടീംസ് അത് ഗസ് ചെയ്തിട്ട് കറക്റ്റ് പറയാം. അവരെ കൊണ്ട് കറക്റ്റ് പറയിപ്പിക്കലാണ് നമ്മളെ ടാസ്ക്. എന്നിട്ട് എനിക്ക് എൻ്റെ ടീമിന് കിട്ടിയത് പ്രഗ്നൻസിൻ്റെ ആയിരുന്നു. ലേബർ റൂം, 2 ഇരട്ട കുട്ടികളെ പ്രസവിക്കണ ഒരു ലേബർ റൂം. എൻ്റെ ടീമിൽ ഉപ്പയുണ്ടായിരുന്നു കേട്ടോ. ഉപ്പയാണ് നമ്മൾ പ്രസവിക്കാൻ ഒരാളെ ആക്കി, ഒരു കുട്ടീനാക്കി. ഇപ്പാണ് ഭർത്താവ്, ഞാൻ, സിസ്റ്റർ, പിന്നെ ഡോക്ടർ, അങ്ങനെ കുറച്ച് ആൾക്കാരേനി. പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങളെ കയ്യിൽ നിന്ന് പോയിന്ന്. പ്രസവിക്കാൻ പോയ ആൾ ഇരുന്ന് ചിരിക്കുക. നേഴ്സായ ഞാൻ കുട്ടീനെ കൊണ്ടുപോയി കൊടുക്കണതിന് പകരം നമ്മളങ്ങനെ ഇനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഓരോ ക്യാരക്ടർ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടറിനെ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുത്ത്. അപ്പം എനിക്കൊരു പണിയില്ല. പിന്നെ ഉമ്മൻ്റെ സീനെത്തിയപ്പോൾ ഉമ്മ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ദേഷ്യത്തിലിരിക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഉമ്മക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കൊടുത്തതിൻ്റെ ദേഷ്യത്തിലാണ് ഉമ്മ ഇരിക്കണം. ഉമ്മയും സാലും ഒരു ടീമിലേനി. പിന്നെ കുറച്ച് കഴിഞ്ഞ് അഭിനയമൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മനോട് ചോദിച്ചാൽ എന്താ പറ്റി ചോദിച്ചപ്പോൾ ഉമ്മ പറയും, എന്നോട് ദേഷ്യത്തിൽ ബസ്സിൽ ഇരിക്കണാരിക്കാനാണ് പറഞ്ഞത്. ഇവർക്ക് കൊടുത്തത് പൂവാലന്മാർ ബസ്സിൽ ശല്യം ചെയ്യുക, അത് കണ്ടിട്ട് ഉമ്മ ദേഷ്യം പിടിച്ചിരിക്കണതാണ് ഉമ്മക്ക് കൊടുത്ത സീന്. എന്നിട്ട് ഉമ്മ അവിടെ ഇരുന്നിട്ട് ദേഷ്യം പിടിച്ചിരുന്നപ്പോൾ ഉമ്മ ഭയങ്കര അഭിനയേനി. പിന്നെ കാക്കൻ്റെ ഒരു കൂട്ടടിയേനി. എന്താ അവിടെ നടന്നത് പോലും ഞങ്ങൾക്കറിയില്ല. ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ ചിരിച്ച് വയറ് വേദന ആവാൻ തുടങ്ങിയിരുന്നു. കാരണം എല്ലാവരും അഭിനയ സ്കില്ലുകളും പുറത്ത് വന്ന്. വീട്ടിലാവുമ്പോൾ ഇങ്ങനത്തെ കളികളൊന്നും അങ്ങനെ കാണൂലല്ലോ. പുറത്തു പോയി ഇങ്ങനെ ടാസ്ക് കിട്ടിയപ്പോൾ ഓരോരുത്തരുടെ അഭിനയവും കുറേ ചിരിയും കളിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടേനി. രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഫിലിമിൻ്റെ നെയിം കൊടുത്തിട്ട് അത് അഭിനയിച്ച് കാണിക്കുക, എന്നിട്ട് ഓപ്പോസിറ്റുള്ളവർ അത് കണ്ടുപിടിക്കുക. ഇതിൽ പിന്നെ ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ വന്ന് ചെയ്താൽ മതി. സാലുവിൻ്റെ ടീമിൽ നിന്ന് സാലു ഇരുന്ന് ആക്ഷൻ കാണിക്കാനുണ്ട്. ഓനക്ക് നല്ല അഭിനയിക്കാൻ അറിയണോണ്ട് തന്നെ ഓൻ നല്ലതായിട്ട് കളിച്ച് ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് ഉത്തരവും കിട്ടി. പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും മേലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേ. മേലോട്ട് പോകുമ്പോൾ നല്ല പേടിച്ചിട്ടാണ് പോയി. കാരണം താഴോട്ട് വരുമ്പോൾ എൻ്റെ മേത്ത് തട്ട കയറിയോണ്ട് മേലോട്ട് പോകുമ്പോൾ എൻ്റെ കാലിന് എനിക്ക് വയ്യ. പക്ഷെ അതുവരെ എനിക്ക് അത്ര പെയിനില്ല. മേലോട്ട് ഞാൻ സ്പീഡ് കയറാൻ വേണ്ടി നോക്കി. മേലെത്തിയപ്പോൾ എനിക്ക് കാലിന് പെയിനൊക്കെ വരാൻ തുടങ്ങി.
ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം എല്ലാവരും ഒന്ന് ഉഷാറായി. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും പിന്നെ പൂത്തിരി എത്തിക്കാലും അങ്ങനെ ഓരോന്നായിട്ട് എല്ലാവരും എൻഗേജ് ആയി. ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇറങ്ങണോ വേണ്ടേന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. പിന്നെ കുട്ടികളുടെ ഇടയിൽ എങ്ങനെ ഞാൻ ഇറങ്ങി അതേ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിട്ടാണ് തോന്നുന്നത് ഇറങ്ങാതെ നിന്ന്. പിന്നെ സ്റ്റേഫ്ലൈൻ്റെ ടീം ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ട് ഇനി ക്യാമ്പിൽ. അപ്പോൾ ആ കുട്ടിക്ക് സർപ്രൈസായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. നല്ല അടിപൊളിയായിട്ട് ആ പരിപാടി അങ്ങനെ കഴിഞ്ഞ് അതിനുശേഷം ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും റൗണ്ടായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സ്റ്റേഫ്ലൈൻ്റെ ഫസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസും വന്നിട്ടുള്ള നമ്മളെല്ലാവരും എക്സ്പീരിയൻസൊക്കെ സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ ഏകദേശം ഉറക്കം വന്നു തുടങ്ങി. ഉറങ്ങാൻ വേണ്ടി താഴത്തും മേലൊക്കെ സ്പേസ് ഉണ്ടായിനി. താഴത്ത് ടെൻറ്റൊക്കെ ആയിട്ട് ഇനി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കും ഉമ്മക്കൊക്കെ കുഞ്ഞും താഴോട്ട് പോകാൻ പേടിയായിട്ട് മേലെ തന്നെ കിടന്ന്. കാക്കിയും സാലും ഉപ്പൊക്കെ താഴോട്ടും പോയി. താഴെ പിന്നെ പാട്ട് പാടലും ഗെയിം കളിക്കലും സംസാരിച്ചിരിക്കലും അങ്ങനെയൊക്കെ ഇരുന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ക്യാമ്പിൽ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. മണിമുത്ത് രാജാത്തി